പുതുക്കാട് KSRTC സ്റ്റാൻഡിന് എതിർവശത്ത് ദേശീയപാതയിലെ കാനകൾക്ക് മുകളിലെ സ്ലാബുകൾ തകർന്നത് അപകടങ്ങൾക്കിടയാക്കുന്നു. ദേശീയപാതയിൽ ആളുകൾ ബസ് കയറാൻ നിൽക്കുന്നതിന് മുന്നിലുള്ള കാനകൾക്ക് മുകളിലെ സ്ലാബുകളാണ് തകർന്നിട്ടുള്ളത്. അപകടങ്ങൾ പതിവായതോടെ KSRTC സ്റ്റാൻഡിന് മുൻപിലെ ഡിവൈഡർ അടച്ചിരുന്നു. അതിനുശേഷം തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിലേക്ക് കയറാതെ എതിർവശത്തുള്ള സർവീസ് റോഡിൽ നിർത്തിയാണ് ആളുകളെ കയറ്റി ഇറക്കുന്നത്. എതിർവശത്തുള്ള KSRTC ബസ് സ്റ്റാൻഡിലേക്കും ട്രഷറിയിലേക്കും പഞ്ചായത്തിലേക്കും എത്തുന്നവർ സ്ലാബ് തകർന്നതറിയാതെ ദേശീയപാത മുറിച്ചു കടക്കാൻ ശ്രമിക്കുമ്പോൾ കാല് കുഴിയിൽപ്പെട്ട് പരിക്കേൽക്കുന്നത് നിത്യസംഭവമാണ്. ഗുരുതര പരിക്കുകൾ പറ്റാത്തത് ഭാഗ്യം കൊണ്ടാണെന്ന് പൊതുപ്രവർത്തകനും ബാങ്ക് ജീവനക്കാരനുമായ സിൻഡോ പറയുന്നു. കാൽനട യാത്രക്കാർക്ക് നടക്കാൻ സാധ്യമാകുന്ന വിധത്തിൽ അതിനുള്ളൊരു സംവിധാനം അധികൃതർ ഒരുക്കിയില്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെയും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെയും അധികാരികളുടെയും ശ്രദ്ധയിൽ ഇപ്പോൾ നമ്മുടെ ആമ്പല്ലൂർ സെൻറ്ററിലെയും അതുപോലെ മുരിങ്ങൂര് പേരാമ്പ്ര എന്നുള്ള സ്ഥലങ്ങളുടെ മാത്രം വിഷയമാണ് ഉള്ളത്. ദേശീയപാത മൊത്തം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് എത്രയും വേഗം നന്നാക്കുകയും ഈ സ്ലാബുകൾ സാധാരണക്കാർക്ക് വേണ്ടി ഉടൻ തന്നെ നടക്കുന്ന സംവിധാനത്തിലേക്ക് ഉടൻ വരുത്തണമെന്ന് മാത്രമാണ് ഈ സമയം പറയാനുള്ളത്. കാനകൾ മൂടാൻ ഉപയോഗിച്ചിരിക്കുന്ന സ്ലാബുകൾക്ക് വേണ്ടത്ര ഉറപ്പില്ലെന്നും അതിനു മുകളിൽ ബസ് കാത്തു നിൽക്കുന്നവർ സ്ലാബുകൾ തകർന്ന് അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ആരോപിച്ചു. രാത്രികാലങ്ങളിൽ ഈ ഭാഗത്ത് വെളിച്ചമില്ലാത്തതും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന പ്രശ്നം KSRTC ഡ്രൈവർമാർ തോന്നിയ സ്ഥലങ്ങളിൽ വണ്ടി നിർത്തുന്നതാണ്. പല ബസ്സുകളും ഇപ്പോഴും നിർത്തുന്നത് ദേശീയപാതയിൽ തന്നെ പല സ്ഥലങ്ങളിലായാണ്. സർവീസ് റോഡിൽ കയറ്റി നിർത്തണമെന്ന കർശന നിർദ്ദേശം ലംഘിച്ചാണ് ബസ്സുകൾ ദേശീയപാതയിൽ നിർത്തുന്നത്. യാത്രക്കാർ ബസ് നിർത്തി ഇറങ്ങുന്നതും ബസ് കയറാനായി ഓടുന്നതും തകർന്ന സ്ലാബുകൾക്ക് മുകളിലൂടെയാണ്. കാനകൾക്ക് മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന തകർന്ന സ്ലാബുകൾ മാറ്റി കാൽനടക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്.